നമസ്കാരം. അന്താരാഷ്ട്ര രാഷ്ട്രീയ വേദിയിൽ വീണ്ടും സംഘർഷഭരിതമായ അന്തരീക്ഷം രൂപം കൊള്ളുന്ന പശ്ചാത്തലത്തിൽ മധ്യപൂർവേഷ്യയെ ചുറ്റിപ്പറ്റിയുള്ള സൈനിക നീക്കങ്ങൾ ആഗോള ശ്രദ്ധ പിടിച്ചുപറ്റുകയാണ്. ഇറാനെതിരായ സാധ്യതാപരമായ സൈനിക നടപടികളെ കുറിച്ചുള്ള അമേരിക്കയുടെ നിലപാട് ഇപ്പോൾ കൂടുതൽ വ്യക്തതയോടെ പുറത്തുവരുന്നു. നീണ്ടു നിൽക്കുന്ന യുദ്ധമല്ല, മറിച്ച് കുറച്ചാഴ്ചകൾക്കുള്ളിൽ തന്നെ ലക്ഷ്യങ്ങൾ കൈവരിക്കാനാകുമെന്ന ആത്മവിശ്വാസത്തിലാണ് അമേരിക്കൻ പ്രതിരോധ സംവിധാനമെന്നാണ് പുതിയ വിലയിരുത്തലുകൾ സൂചിപ്പിക്കുന്നത്. ഇറാന്റെ ആണവ പദ്ധതികൾ, പ്രാദേശിക സ്വാധീനം, കൂടാതെ മധ്യപൂർവേഷ്യയിലെ സുരക്ഷാ ആശങ്കകൾ എന്നിവയെ അടിസ്ഥാനമാക്കിയുള്ളതാണ് ഈ സംഘർഷത്തിന്റെ അടിസ്ഥാനം. ഇതിനോടനുബന്ധിച്ച് അമേരിക്കയുടെ പ്രതിരോധ സെക്രട്ടറി മാർക്ക് റൂബിയോ നടത്തിയ പുതിയ പ്രസ്താവന അന്താരാഷ്ട്ര രാഷ്ട്രീയ വൃത്തങ്ങളിൽ വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിരിക്കുകയാണ്. സാധാരണയായി മാസങ്ങളോളം നീണ്ടു നിൽക്കുന്ന സൈനിക പ്രവർത്തനങ്ങൾക്ക് പകരം വളരെ കുറഞ്ഞ സമയപരിധിക്കുള്ളിൽ തന്നെ ലക്ഷ്യങ്ങൾ കൈവരിക്കാൻ കഴിയുമെന്ന അദ്ദേഹത്തിന്റെ വിലയിരുത്തൽ ശ്രദ്ധേയമാവുകയാണ്. ഇറാനെതിരായ സൈനിക നടപടി അവസാനിക്കാൻ മാസങ്ങൾ വേണ്ടിവരില്ല, ആഴ്ചകൾ മതിയാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നാണ് അമേരിക്കയുടെ പ്രതിരോധ സെക്രട്ടറി മാർക്കോ റൂബിയോ പറഞ്ഞത്. ആഴ്ചകൾക്കുള്ളിൽ തന്നെ ലക്ഷ്യങ്ങൾ കൈവരിക്കാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷയെന്നും മാർക്കോ റൂബിയോ വെള്ളിയാഴ്ചയാണ് വിശദമാക്കിയത്. ഫ്രാൻസിൽ നടന്ന G7 വിദേശകാര്യ മന്ത്രിമാരുടെ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു മാർക്കോ റൂബിയോ. ഇറാനെതിരായ സൈനിക നീക്കം നിശ്ചയിച്ച സമയക്രമത്തിലോ അതിനു മുന്നിലോ ആണ് നടക്കുന്നത്. അനുയോജ്യമായ സമയത്ത്, അതായത് മാസങ്ങൾക്കല്ല ഏതാനും ആഴ്ചകൾക്കുള്ളിൽ ഇത് പൂർത്തിയാക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നുവെന്നാണ് മാർക്കോ റൂബിയോ വിശദമാക്കിയത്. കരസേനയുടെ സഹായമില്ലാതെ ലക്ഷ്യങ്ങൾ നേടാനാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും, എങ്കിലും സാഹചര്യങ്ങൾ മാറുന്നതനുസരിച്ച് പ്രസിഡന്റിന് ആവശ്യമായ തീരുമാനങ്ങൾ എടുക്കാനുള്ള അവസരം ഒരുക്കാൻ ചില സൈനികരെ മേഖലയിൽ വിന്യസിക്കുന്നുണ്ടെന്നും മാർക്കോ റൂബിയോ വ്യക്തമാക്കി. ആയിരക്കണക്കിന് മറീനുകൾ അടങ്ങുന്ന 2 സംഘങ്ങളെയാണ് അമേരിക്ക നിലവിൽ പശ്ചിമേഷ്യയിലേക്ക് അയച്ചിട്ടുള്ളത്. ഇതിൽ ആദ്യത്തെ സംഘം മാർച്ച് അവസാനത്തോടെ എത്തും. കൂടാതെ ആയിരക്കണക്കിന് എയർബോൺ സൈനികരെയും പെന്റഗൺ വിന്യസിക്കുമെന്നാണ് കരുതപ്പെടുന്നത്. ഫെബ്രുവരി 28-ന് ഇറാൻ പരമോന്നത നേതാവിനെയും മറ്റ് ഉന്നത ഉദ്യോഗസ്ഥരെയും വധിച്ചുകൊണ്ട് അമേരിക്കയും ഇസ്രയേലും ആരംഭിച്ച യുദ്ധം ദീർഘകാലം നീണ്ടുനിൽക്കുന്ന ഒരു കരയുദ്ധമായി മാറുമോ എന്ന ആശങ്കയാണ് വലിയ രീതിയിലെ സൈനിക വിന്യാസം മുന്നോട്ട് വയ്ക്കുന്നത്. അമേരിക്ക ഇസ്രയേൽ ലക്ഷ്യങ്ങൾക്കും ഗൾഫ് രാജ്യങ്ങളിലെ സിവിലിയൻ കേന്ദ്രങ്ങൾക്കും കപ്പലുകൾക്കും നേരെ ഇറാൻ നടത്തിയ തിരിച്ചടികൾ ആഗോളതലത്തിൽ ഊർജ ചരക്ക് വ്യാപാരത്തെ സാരമായി ബാധിച്ചിട്ടുണ്ട്. ഇത് വിലക്കയറ്റത്തിനും സാമ്പത്തിക മാന്ദ്യത്തിനുമുള്ള ഭീതി ഉയർത്തിയിരിക്കുകയാണ്. യുദ്ധം അവസാനിപ്പിക്കാൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് താൽപര്യം പ്രകടിപ്പിക്കുന്നുമുണ്ട്. നയതന്ത്ര പരിഹാരത്തിനായുള്ള ചർച്ചകൾ ഫലപ്രദമായി നടക്കുന്നുണ്ടെന്ന് ട്രംപ് ആവർത്തിക്കുമ്പോഴും ഇത്തരം വാദങ്ങളെല്ലാം ഇറാൻ തള്ളുകയാണ്. ഉപരോധിക്കപ്പെട്ട ഹോർമൂസ് കടലിടുക്ക് വീണ്ടും തുറക്കാൻ ഇറാൻ നൽകിയിരുന്ന സമയപരിധി ട്രംപ് 10 ദിവസം കൂടി നീട്ടിയിട്ടുണ്ട്. യുദ്ധം അവസാനിച്ചതിനു ശേഷവും ഹോർമൂസ് കടലിടുക്കിലൂടെയുള്ള കപ്പൽ ഗതാഗതത്തിന് ഇറാൻ ചുങ്കം ഏർപ്പെടുത്താനുള്ള സാധ്യതയെക്കുറിച്ച് റൂബിയോ G7 വിദേശകാര്യ മന്ത്രിയുമായി ചർച്ച ചെയ്തു. ഈ ജലപാതയിലൂടെയുള്ള വ്യാപാരത്തിന്റെ ഗുണഭോക്താക്കളായ യൂറോപ്യൻ, ഏഷ്യൻ രാജ്യങ്ങൾ ഇതിന്റെ സുരക്ഷാ ചുമതലയിൽ പങ്കാളികളാകണമെന്നാണ് മാർക്കോ റൂബിയോ പറഞ്ഞത്. ഈ വ്യാപാര മേഖലയിൽ അമേരിക്കയ്ക്കുള്ള ആശ്രിതത്വം കുറവാണെന്നും മാർക്കോ റൂബിയോ കൂട്ടിച്ചേർത്തു. ഇതൊരു തന്ത്രപരമായ മാറ്റമാണോ, അതോ സാങ്കേതികമായി കൂടുതൽ ശക്തമായ സൈനിക ശേഷിയുടെ ആത്മവിശ്വാസമാണോ എന്ന ചോദ്യവും ഉയരുന്നുണ്ട്. ആഴ്ചകൾക്കുള്ളിൽ തന്നെ ദൗത്യ ലക്ഷ്യങ്ങൾ പൂർത്തിയാക്കാനാകുമെന്ന പ്രതീക്ഷ അമേരിക്കയുടെ സൈനിക തയ്യാറെടുപ്പിന്റെയും പദ്ധതികളുടെയും ദൃഢത വ്യക്തമാക്കുന്നതാണ്. അതേസമയം ഇത്തരം പ്രസ്താവനകൾ പ്രാദേശികമായും ആഗോളതലത്തിലും ആശങ്കകൾക്കും അനിശ്ചിതത്വങ്ങൾക്കും കാരണമാകുന്നുമുണ്ട്. മധ്യപൂർവേഷ്യയിൽ ഇതിനകം തന്നെ നിസ്സാരമല്ലാത്ത സംഘർഷങ്ങൾ നിലനിൽക്കുമ്പോൾ പുതിയ സൈനിക നീക്കങ്ങൾ അവസ്ഥയെ കൂടുതൽ സങ്കീർണമാക്കാനുള്ള സാധ്യതയും നിരീക്ഷകർ മുന്നോട്ട് വയ്ക്കുന്നു. അതിനാൽ തന്നെ അമേരിക്കയുടെ ഈ പുതിയ നിലപാട് ലോകരാജ്യങ്ങൾ എങ്ങനെ സ്വീകരിക്കും, ഇറാൻ എന്ത് പ്രതികരണം നൽകും, ഈ സംഘർഷം ഏത് ദിശയിലേക്ക് നീങ്ങും എന്നതെല്ലാം ഇനി ശ്രദ്ധേയമാവുകയാണ്.